തറാവീഹ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ഉത്തമമായ നിസ്കാരം രാത്രിയിലുള്ള സുന്നത്ത് നിസ്കാരമാകുന്നു. റമളാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. റമളാനിലെ ഓരോ രാത്രിയിലും പ്രത്യേകമായി നിർവഹിക്കുന്ന സുന്നത്ത് നിസ്കാരമാണത്. സത്യവിശ്വാസിയുടെ മഹത്വം അവൻ്റെ രാത്രി നിസ്കാരമാണ്. സ്വർഗവാസികളെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നു, രാത്രിയിൽ നിന്ന് അല്പഭാഗമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. രാത്രിയുടെ അന്ത്യവേളകളിൽ അവർ പാപമോചനം തേടുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രാത്രി നമസ്കാരം പതിവാക്കുക. അത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. അത് തിന്മകളിൽ നിന്നും സുരക്ഷയാണ്. പാപങ്ങൾ മായ്ച്ചു കളയുന്നതാണ്. ശരീരത്തിൽ നിന്നും രോഗത്തെ ആട്ടിയകറ്റുന്നതുമാണ്. വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ റമളാനിൽ തറാവീഹ് നമസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സുന്നത്തിന് മറ്റു മാസങ്ങളിലെ ഒരു ഫർളിൻ്റെ ശ്രേഷ്ഠതയുള്ള മാസമാണ് റമളാൻ മാസം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ കൂടാതെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിത്ർ കൂടാതെ റമളാനിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമായിരുന്നു. തറാവീഹ് നിസ്കരിക്കുന്നവന് വലിയ പ്രതിഫലങ്ങളുണ്ട്. ഖിയാമത്ത് നാളിൽ പൂർണ്ണ ചന്ദ്രനെപ്പോലെ തറാവീഹ് നിസ്കരിക്കുന്നവൻ്റെ മുഖം പ്രകാശിക്കും. തെറ്റുകളിൽ നിന്നെല്ലാം ഖിയാമത്ത് നാളിൽ അവൻ നിർഭയനായിരിക്കും. ഖിയാമത്ത് നാളിൽ മലക്കുകൾ അവനു വേണ്ടി വാദിക്കും. അവൻ തറാവീഹ് നിസ്കരിച്ചിരുന്നു എന്ന് മലക്കുകൾ അവനു വേണ്ടി വാദിക്കും. മലക്കുകൾ അവനു വേണ്ടി റഹ്മത്തിനെ തേടുകയും ചെയ്യും. നരകമോചനവും സ്വർഗപ്രവേശനവും അല്ലാഹു അവന് രേഖപ്പെടുത്തുന്നതാണ്. അമ്പിയാക്കന്മാരോട് തുല്യമായ പ്രതിഫലം അവന് നൽകും. അല്ലാഹുവിൻ്റെ അടിമയായ നിന്നെയും നിന്റെ മാതാപിതാക്കളെയും അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഖിയാമത്ത് നാളിൽ ഒരു മലക്ക് വിളിച്ചു പറയും. ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ്റെ ദറജ വർദ്ധിപ്പിക്കും. സജ്ജനങ്ങളുടെയും ശുഹദാക്കളുടെയും പ്രതിഫലം തറാവീഹ് നിസ്കരിക്കുന്ന ഒരാൾക്ക് ലഭിക്കും. ഇനിയും ഒട്ടേറെ പ്രതിഫലങ്ങൾ തറാവീഹ് നിസ്കരിക്കുന്നവനുണ്ട്. ഇത്രയേറെ പ്രതിഫലമുള്ള തറാവീഹ് നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. ഇശാ നിസ്കരിച്ചത് മുതൽ സുബ്ഹ് വരെയാണ് ഇതിൻ്റെ സമയം. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഇശാ നിസ്കരിച്ചതിനു ശേഷമാണ്. തറാവീഹ് നിസ്കാരത്തിൻ്റെ രൂപം. തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. തറാവീഹ് നിസ്കാരം 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഓരോ 2 റക്അത്തിനും പ്രത്യേകം നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഉസല്ലി സുന്നത്ത് തറാവീഹി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ കിബിലത്തി അദാഅൻ ലില്ലാഹി തആല എന്നോ നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, തക്ബീറത്തുൽ ഇഹ്റാം എന്നാൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. നിയ്യത്തിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് കൈ കെട്ടുക. മലയാളത്തിൽ നിയ്യത്ത് വെച്ചാലും മതി. ശേഷം വജ്ജഹത്തു ഓതുക. വജ്ജഹത്തു ഓതിയതിനു ശേഷം ഫാത്തിഹയ്ക്ക് മുമ്പ് ഔദു ഓതൽ സുന്നത്താണ്. ഫാത്തിഹയ്ക്ക് മുമ്പുള്ള ഔദു ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഔദു ഉപേക്ഷിച്ചാൽ 20 റക്അത്തിൽ 20 കറാഹത്തുകൾ വന്നു ചേരും. അതുകൊണ്ട് തന്നെ നാം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫാത്തിഹയ്ക്ക് മുമ്പ് ഔദു ഓതലും ശേഷം ആമീൻ പറയണം. സൂറത്ത് ഓതുക. പിന്നീട് റുക്കൂ ചെയ്യുക. റുക്കൂയിലെ ദിക്ർ ചൊല്ലുക. ഇഅ്തിദാൽ ചെയ്യുക. ഇഅ്തിദാലിൽ ദിക്ർ ചൊല്ലുക. സാധാരണ നിസ്കാരത്തിൽ ചൊല്ലാറുള്ളത് പോലെയുള്ള ദിക്ർ ചൊല്ലുക. അതിനുശേഷം സുജൂദ് ചെയ്യുക. സുജൂദിൽ ദിക്ർ ചൊല്ലിയതിനു ശേഷം
സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം ഇരിക്കുക. വീണ്ടും രണ്ടാമത് സുജൂദ് ചെയ്യുക. ഒരു റക്അത്ത് പൂർത്തിയായി. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് രണ്ടാമത്തെ റക്അത്തിലേക്ക് പ്രവേശിക്കുക. രണ്ടാമത്തെ റക്അത്ത് ഇതുപോലെ പൂർത്തിയാക്കണം. ഫാത്തിഹ ഓതണം, സൂറത്ത് ഓതണം, റുക്കൂ ചെയ്യണം, ഇഅ്തിദാൽ ചെയ്യണം, സുജൂദ് ചെയ്യണം, സുജൂദിൻ്റെ ഇടയിലിരിക്കണം. അതിനുശേഷം രണ്ടാമത്തെ സുജൂദിന് ശേഷം അത്തഹിയാത്തിനിരിക്കണം. സാധാരണ ഫർള് നിസ്കാരങ്ങളിൽ അവസാനത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്നത് പോലെ അത്തഹിയാത്തിന് ഇരിക്കണം. അത്തഹിയാത്തും നബിയുടെ മേൽ സലാത്തും അത്തഹിയാത്തിന് ശേഷമുള്ള ദുആവും ചൊല്ലി സലാം വീട്ടണം. തറാവീഹിൽ നിന്നുള്ള ആദ്യത്തെ 2 റക്അത്ത് പൂർത്തിയായി. അടുത്ത 2 റക്അത്ത് ഇതുപോലെ നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കുക. ഓരോ ഈ 2 റക്അത്തിലും നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. ഇങ്ങനെ 20 റക്അത്ത് നിസ്കരിച്ച് പൂർത്തിയാക്കാം. തറാവീഹ് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടലും സുന്നത്താണ്. രാത്രിയിലോ പകലിലോ റമളാൻ മാസത്തിലോ അല്ലാത്ത മാസത്തിലോ ഖളാ വീട്ടാം. തഹജ്ജുദ്, തസ്ബീഹ് നിസ്കാരം, ആഗ്രഹങ്ങൾ നിറവേറാനുള്ള ഹാജത്ത് നിസ്കാരം, അതുപോലെ തന്നെ കുട്ടികൾക്ക് സുബ്ഹ് നിസ്കാരം തെറ്റില്ലാതെ നിസ്കരിച്ച് പഠിക്കാം, മഗ്രിബ് നിസ്കാരം തെറ്റില്ലാതെ നിസ്കരിച്ച് പഠിക്കാം എന്നീ വീഡിയോകളും ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.